ഹേയ് ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ കംപ്ലീറ്റ് ഒരു ബിഗിനർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഒരു ഷർട്ട് വാഷ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എവിടെ നിന്ന് പർച്ചേസ് ചെയ്യണം, എത്ര രൂപക്ക് ഇത് സെയിൽ ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് ചാനലൊന്നും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാലില്ലെങ്കിലും കമൻസിൽ അറിയിക്കുക. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. എനിക്ക് മേടിക്കാനുള്ള ഐറ്റംസിൻ്റെ ലിസ്റ്റാണ് ഞാൻ ചെറിയൊരു നോട്ട് പാഡിലാക്കിയിട്ട് എപ്പോഴും കൂടെ കൊണ്ടുപോകും. ഒരു ഐറ്റംസ് മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓരോന്ന് വാങ്ങിക്കഴിയുമ്പോൾ അതിന് ടിക്ക് ഇടും ചെയ്യും. എടപ്പാൾ ടൗണിലേക്കാണ് ഐറ്റംസ് വാങ്ങിക്കാൻ വേണ്ടി പോണത്. ഇത് കുറ്റിപ്പുറം റോഡാണ്. കുറ്റിപ്പുറം റോഡിന് ഒരു ഷർട്ടിൻ്റെ ഷോപ്പുണ്ട്, കോട്ടൺ സൂക്ക് എന്ന് പറഞ്ഞിട്ട്. അവിടെ നിന്നാണ് ഞാൻ ഷർട്ടുകൾ ഇതുവരെ വർക്ക് തുടങ്ങിയിട്ട് ഇത്രയും കാലമായിട്ടും ഞാൻ ഷർട്ടുകൾ എടുത്തിട്ടുള്ളത്. നല്ല ക്വാളിറ്റി ഉള്ള ഷർട്ടുകളാണ് അവിടെ ഉള്ളത്. നമ്മൾ സ്ഥിരം അവിടെ നിന്ന് എടുക്കുന്നത് കൊണ്ട് നമുക്ക് ഡിസ്കൗണ്ടിൽ ഷർട്ടുകൾ കിട്ടും ചെയ്യും. ഇന്ന് എനിക്ക് 2 ഷർട്ട് എടുക്കാനുണ്ടായിരുന്നു. രണ്ട് കസ്റ്റമർക്കാണ്. അപ്പോൾ ഒരു കസ്റ്റമർക്ക് പറഞ്ഞിട്ടുണ്ട്, അതായത് ഷർട്ടിൻ്റെ മെറ്റീരിയലൊക്കെ അവർ എനിക്ക് പറഞ്ഞുതരും. അപ്പോൾ അതിൻ്റെ റേറ്റും ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കും, അത്ര രൂപ. അപ്പോൾ ഞാൻ സാധാരണ എടുക്കുന്നത് 800 റുപ്പീസിന് വരുന്ന ആ ഒരു റേഞ്ചിൽ വരുന്ന ഷർട്ടാണ് എടുക്കുക. അതിൻ്റെ താഴേക്കോ, അതായത് 700, 800 ഈ ഒരു റേഞ്ചിൽ വരുന്ന ഷർട്ടുകളാണ് എടുക്കുക. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇതുപോലെ നോക്കുന്നതൊക്കെ 800 രൂപയുടെ ഉള്ളിൽ വരുന്ന ഷർട്ടുകളാണ്. അങ്ങനെ കുറേ നേരം ഫോട്ടോസ് അയച്ചു കൊടുത്തതിന് ശേഷം കസ്റ്റമർ 2 കൂട്ടരും 2 ഷർട്ട് എടുത്തിട്ടുണ്ട്. ഇനി എനിക്ക് 2 പെർഫ്യൂം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഹമാളിലുള്ള ഏഷ്യൻ ഹൈപ്പർ മാർക്കറ്റിൽ പോയിട്ട് 2 പെർഫ്യൂം വാങ്ങിക്കുകയാണ്. ഒന്ന് യാർഡ്ലിയുടെ 250 രൂപയുടെയും പിന്നെ ഒന്ന് 400 രൂപയുടെയും. പിന്നെ ആവശ്യമുള്ള ചോക്ലേറ്റ്സും ഫ്ലവേഴ്സും ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ക്രാഫ്റ്റ് വെയർ എന്ന ഷോപ്പിൽ പോയി. അതെല്ലാം അവിടുന്ന് വാങ്ങിയതിന് ശേഷം ആലുക്കയിൽ പോയിട്ട് ലേസർ പ്രിൻ്റ് എടുത്തു. നമുക്ക് ബോക്സിൽ ഫോട്ടോ കൊടുക്കാനുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ആലുക്കയിൽ പോയിട്ട് ലേസർ പ്രിൻറ്റിൽ ഫോട്ടോ പ്രിൻ്റ് ചെയ്തെടുത്തു. ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. എല്ലാ പർച്ചേസും കഴിഞ്ഞു. ഇനി നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ കാണാം. എല്ലാവരും ചോദിക്കലുണ്ട് എങ്ങനെ അത്ര പെർഫെക്റ്റായിട്ട് ബോക്സ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. അതിനൊരു ആൻസർ പറയുകയാണെങ്കിൽ പ്രാക്ടീസ് ചെയ്തിട്ടാണ്. ആദ്യം ഞാൻ ഉണ്ടാക്കിയ ബോക്സ് ഒന്നും ഇത്ര വൃത്തിയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ 5mm ഫോം ഷീറ്റാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ തോന്നുന്നു അതാകുമ്പോൾ ഒന്നും കൂടി നന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, കുറച്ചും കൂടി കട്ടിയുള്ളതായതുകൊണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഇതിന് ആവശ്യമായിട്ട് ഈ ഒരു ബോക്സിലേക്ക് വേണ്ടി വന്നിട്ടുള്ളത് കസ്റ്റമറുടെ ആവശ്യം ഷർട്ട്, മഞ്ച്, ഫെറാറോ റോഷർ, ഈ യാർഡ്ലിയുടെ പെർഫ്യൂം. ഇതിൻ്റെ റേറ്റ് വരുന്നത് 400 രൂപയാണ് കേട്ടോ, ഈ പെർഫ്യൂമിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ ഇത് എല്ലാം കൂടിയിട്ട് ഇതിൻ്റെ ഒരു മെഷർമെൻറ്റ് മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലിതാ കട്ടിംഗ് മാറ്റ് അതിൽ വെച്ചിട്ടാണ് ഞാൻ അളവെടുക്കുക. അതിൽ കറക്റ്റ് എത്രയാണോ വരുന്നത് അത് ഞാൻ ഇതുപോലെ അവരുടെ പേരിൻ്റെ, അതായത് അവരുടെ ഓർഡർ ഡീറ്റെയിൽസിൻ്റെ നേരെ തന്നെ കൊടുക്കും. നമുക്ക് ഇൻ കേസ് ഇനി വേറൊരു ഓർഡർ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ മെഷർ ചെയ്യാൻ നിൽക്കണ്ട, നമുക്ക് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടൊരു മെഷർമെൻറ്റ് നേരെ തന്നെ ഞാനിങ്ങനെ ഇതുപോലെ എഴുതി വെക്കും. അപ്പോൾ 2 സൈഡും മെഷർമെൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെച്ച് നോക്കിയിട്ട് തന്നെ എടുക്കുക. കാരണം നമ്മൾ ഷർട്ട് മടക്കുന്നതിൻ്റെ വ്യത്യാസമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് എല്ലാവരും നോക്കിയിട്ട് എടുക്കുക. അപ്പോൾ 5mm ഫോം ഷീറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഞാൻ. ഇതിൻ്റെ ഹൈറ്റ്, അതായത് ഈ സൈഡിൽ കൊടുക്കുന്ന ബോർഡർ കൊടുക്കുന്ന ഇതുണ്ടാവുമല്ലോ, ഈ കയ്യിൽ പിടിച്ചിട്ടുള്ളതൊക്കെ, അതിൻ്റെ ഹൈറ്റ് വരുന്നത് 2.5 ഇഞ്ചാണ്. അപ്പോൾ അതിൽ അത്ര ഐറ്റംസ് ഹൈറ്റുള്ള ഫ്ലവേഴ്സ് ഒന്നും വെക്കാനില്ലാത്തതുകൊണ്ട് തന്നെ അധികം ഹൈറ്റ് വേണ്ട. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഈ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഭാഗം ഫ്ലെക്സ് കുക്ക് ഉപയോഗിച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഏത് ഭാഗമാണോ ഓപ്പൺ ചെയ്യുന്നത് ആ ഭാഗത്ത് നമ്മൾ ഫസ്റ്റ് ഒട്ടിക്കരുത്. എന്ന് വെച്ചാൽ, അതായത് ഇപ്പോൾ ഇതിൽ കാണുന്ന വലിയ പാർട്ട് ഉണ്ടല്ലോ, ആ വലിയ പാർട്ട് വേണം ആദ്യം ഒട്ടിക്കാൻ, ആ ചെറിയ പാർട്ട് ആദ്യം ഒട്ടിക്കരുത്. അപ്പോൾ നമുക്ക് ഫ്രണ്ട് ഭാഗം നല്ല വൃത്തിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് വ്യൂ. അപ്പോൾ എന്ത് ചെയ്യുക, ആദ്യം ഈ വലിയ പാർട്ട് ഒട്ടിച്ചു കൊടുക്കുക. അതിൻ്റെ ശേഷം 2 സൈഡ് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം മാത്രം ചെറിയ 2 സൈഡ് ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടിക്കുമ്പോൾ നല്ല നോക്കിക്കോളി കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ എഡ്ജ് കറക്റ്റ് ഒപ്പായിക്കോട്ടെ, എന്നെങ്കിൽ മാത്രമാണ് നമുക്ക് സ്ക്വയറായിട്ട് കിട്ടുള്ളൂ. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെരിഞ്ഞു പോയാൽ ബോക്സിൻ്റെ പെർഫെക്ഷൻ പോവും. അപ്പോൾ ഒട്ടിക്കുമ്പോൾ നല്ല അതിൻ്റെ സൈഡൊക്കെ നല്ലോണം കറക്റ്റായിട്ട് തന്നെയല്ലേ വെക്കുന്നതെന്ന് നോക്കിയിട്ട് മുറുക്കി പിടിച്ചതിന് ശേഷം മാത്രം ഫ്ലെക്സ് കുക്ക് ഉപയോഗിക്കുക. അങ്ങനെ 2 സൈഡ് ഒട്ടിച്ച് ഇനി 3-ാമത്തെയും 4-ാമത്തെയും സൈഡ് ഒട്ടിക്കുമ്പോൾ എന്ത് ചെയ്യുക, കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നമുക്ക് ശരിക്കും അതിൻ്റെ മെഷർമെൻറ്റിലാവും കട്ട് ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ ഈ ഒട്ടിച്ചതിൻ്റെ 2 സൈഡിൽ നോക്കുമ്പോൾ കുറച്ച് സ്പേസ് ബാക്കിയുണ്ട്. അപ്പോൾ അത് വൃത്തിയായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ വെച്ചിട്ട് മറ്റേ അളവിൽ എത്രത്തോളം നമുക്ക് വേണോ ആ ഭാഗം മാത്രം മാർക്ക് ചെയ്ത് വേണ്ടാത്ത ഭാഗം കട്ട് ചെയ്ത് കളയണം.
അങ്ങനെ ഇതിൻ്റെ ബേസ് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതിന് ടോപ്പ് ഉണ്ടാക്കണം, അതായത് ലിഡ് പാർട്ട് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ വലിയൊരു സൈസ് ഫോം ഷീറ്റിൽ ഈ റെഡിയാക്കി എടുത്ത ഭാഗം ഉണ്ടല്ലോ അത് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ അളവിന് മാത്രം മാർക്ക് ചെയ്യുക. അതായത് നമ്മൾ മെഷർമെൻറ്റ് എടുത്തിട്ട് കാര്യമില്ല, എന്തായാലും നമ്മളെടുത്ത് കറക്റ്റായി കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഭാഗം അതിൻ്റെ അളവിന് അനുസരിച്ച് പെൻസിലിട്ട് മാർക്ക് ചെയ്തിട്ട് അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾക്കൊരു മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഓരോ സൈഡിലും എന്തെങ്കിലും ഒരു ലെറ്റർ കൊടുത്തിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ ആ സെയിം ഏത് ലെറ്ററാണോ അവിടെ കൊടുത്തത് അതേ സൈഡിൽ തന്നെ കട്ട് ചെയ്യാനുള്ള ഭാഗത്തും കൊടുക്കുക. എന്തെങ്കിലാണ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് സൈഡാണത് വെച്ചിട്ട് മാർക്ക് ചെയ്ത് വെച്ചാൽ ആ അളവിന് നമുക്കത് വെക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു സൈഡ് ചെരിഞ്ഞിട്ടോ ഒരു സൈഡ് അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് കിട്ടുക. അപ്പോൾ കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കങ്ങനെ മാർക്ക് ചെയ്യുക. അപ്പോൾ ഇതിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ആ ടോപ്പ് സൈഡിൽ ഉണ്ടല്ലോ ആ മാർക്ക് ചെയ്ത ഭാഗം ഉള്ളിലാക്കിയിട്ട് പുറത്തത്തെ ഭാഗം ഒന്നുമില്ലാത്ത ടൈപ്പിലാക്കിയിട്ട് കറക്റ്റായിട്ട് വെച്ച് നോക്കി നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും, നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ടാവും. അത് മാർക്ക് ചെയ്ത് കണ്ടോ, അത് ഉള്ളിലേക്കാണ് പോയിട്ടുള്ളത്, അതിൻ്റെ ലിഡിലാണ് അത് വന്നിട്ടുള്ളത്. അപ്പോൾ അത് ഇതേപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് സെറ്റായിട്ടുണ്ട്. ഈ ഒരു പ്രിൻ്റാണ് ബോക്സിൻ്റെ ടോപ്പിൽ കൊടുക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ ഒരുപാട് ഫെവിക്കോളൊന്നും ഒഴിക്കണ്ട, അത്യാവശ്യത്തിന് ഒഴിച്ചിട്ട് ഈ ഫോം ഷീറ്റിൻ്റെ തന്നെ ഏതെങ്കിലും ഒരു സൈഡ് അവിടെ ഇവിടെ നമുക്ക് ആവശ്യമില്ലാത്ത കിടക്കുന്നുണ്ടാവും. ആ സൈഡ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് എല്ലാ സൈഡിലേക്കും ഈ ഫെവിക്കോളൊന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് കറക്റ്റായിട്ട് എയർ ബബിൾസ് ഒന്നും വരാതെ നമ്മൾ കൈ കൊണ്ട് നന്നായിട്ട് അമർത്തണം. നമുക്ക് എയർ ബബിൾസ് ഒന്നും വരാതെ നല്ലപോലെ കിട്ടും. ഇനി അതിൽ ബാക്കി വരുന്ന സൈഡ് എന്ത് ചെയ്യുക, നന്നായിട്ടൊന്ന് അമർത്തി പിടിച്ചതിന് ശേഷം നല്ല മൂർച്ചുള്ള ബ്ലേഡ് കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. കട്ടായി എന്ന് തോന്നിയാൽ മാത്രം നമ്മൾ അവിടെ നിന്ന് ബ്ലേഡ് മാറ്റാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ലേസർ പ്രിൻ്റ് ചിലപ്പം മുറിഞ്ഞു പോയിട്ടുണ്ടാകും, പശ ഉണങ്ങിയിട്ടില്ല. അപ്പോൾ അത് ചിലപ്പോൾ ഇങ്ങനെ ക്രാക്കായ പോലെ നമുക്ക് കേടുവരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നല്ല മുറിഞ്ഞെന്ന് ഉറപ്പായതിന് ശേഷം മാത്രം ബ്ലേഡ് അവിടെ നിന്ന് എടുക്കുക. അതുവരെ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കും നല്ല വൃത്തിയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതിൻ്റെ ലിഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇതിൽ ബേസുമായിട്ട് യോജിപ്പിക്കണം. അപ്പോൾ മാർക്ക് ചെയ്ത പാർട്ട് എവിടെയാണോ നോക്കിയിട്ട് അത് അതേപോലെ കൊടുക്കുക. അതിൻ്റെ ശേഷം ഒരു 2 പീസ് സെല്ലോ ടാപ്പ് എടുത്തിട്ട് അതിൻ്റെ 2 സൈഡിലും ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അതിൻ്റെ ശേഷം ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇതുപോലെ തന്നെ വെക്കുക. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കുറച്ച് ഗ്യാപ്പ് വരണം. അതുപോലെ സെല്ലോ ടാപ്പ് എത്ര പതുക്കെ വലിച്ചിട്ട് ഗ്യാപ്പ് ഇടയിൽ വരുന്നുണ്ടില്ല, അത്രയും ഗ്യാപ്പ് എന്തായാലും കിട്ടണം. ആ ഗ്യാപ്പിൽ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ചും കൂടി നല്ല നീളത്തിലുള്ള ഈ ഒരു ഇത് കംപ്ലീറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വലുപ്പത്തിലുള്ള സെല്ലോ ടാപ്പ് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അത് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ തന്നെ നിവർത്തി വെക്കുക. അപ്പോൾ ഗ്യാപ്പ് അതിൻ്റെ ഇടയിൽ വരുന്നുണ്ടോ നോക്കുക. ഇനി ഇതിൻ്റെ പുറം സൈഡ് ഉണ്ടല്ലോ അവിടെ ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ടാപ്പ് എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇനി ഇതിൽ നമുക്ക് ഐറ്റംസ് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. എങ്ങനെയാണോ അറേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ വെച്ച് കൊടുക്കുക. എല്ലാതും ഐറ്റംസും വെക്കണം. അങ്ങനെ അത് വെച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു പെൻസിൽ എടുത്തിട്ട് ഓരോ ഐറ്റത്തിൻ്റെയും ഒത്തിരി സെൻറ്റിമീറ്റർ ഗ്യാപ്പ് ഇട്ടിട്ട് എല്ലാതും ഇങ്ങനെ ലൈൻ ഇട്ട് കൊടുക്കും. നമ്മൾ ബോക്സിൻ്റെ ഹൈറ്റിനായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സെയിം ഹൈറ്റിന് തന്നെ ഇതുപോലത്തെ ഒരു പീസും കൂടി കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ തന്നെ അതിൻ്റെ സൈഡിൽ ആക്കിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഒത്തിരി സൈഡ് കുറച്ച് പുറത്തേക്കായി നിൽക്കുന്നുണ്ടാവും. അതെന്ത് ചെയ്യുക, ബ്ലേഡ് വെച്ചിട്ടോ പെൻസിൽ വെച്ചിട്ടോ മാർക്ക് ചെയ്യുക. അതിൻ്റെ ശേഷം ബ്ലേഡ് വെച്ചിട്ട് അത് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൽ ഇറക്കി വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ ചിലപ്പോൾ കൊള്ളും ചിലപ്പോൾ കൊള്ളില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് ഇങ്ങനെ കുത്തി നിറച്ച് വെക്കരുത്, ഇത്തിരിയും കൂടി കട്ട് ചെയ്തെടുക്കുക, ചെറുതായിട്ടൊരു സ്പേസും കൂടി കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അതിനുള്ളിൽ കറക്റ്റ് ഫിറ്റായിട്ടിരിക്കും. എന്നിട്ട് വെച്ച് നോക്കുമ്പോൾ സെറ്റായിട്ടുണ്ടാവും. ഫ്ലെക്സ് ക്യൂക്ക് വെച്ചിട്ട് അത് ഒട്ടിക്കുന്നതിന് മുന്നേ ഏത് ഐറ്റാണോ അവിടെ കൊടുക്കാൻ വിചാരിച്ചിരുന്ന ഐറ്റ് അതിനുള്ളിൽ വെച്ച് നോക്കുക. അതിനുള്ളിൽ സ്പേസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം ഫ്ലെക്സ് ക്യൂക്ക് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ബാക്കിയുള്ള സൈഡ് മൊത്തം ചെയ്യേണ്ടത് കേട്ടോ. അങ്ങനെ ഓരോ സൈഡും കട്ട് ചെയ്യണത് നല്ല സൂക്ഷിച്ചിട്ട് വേണം. ചെറിയ പീസ് സൈഡിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് തുടങ്ങുക. പെട്ടെന്ന് വലിയ പീസ് കട്ട് ചെയ്ത് പോയാൽ അതിനുള്ളിൽ ലൂസായിരിക്കും, വൃത്തിയിൽ നിൽക്കില്ല. നല്ല ഫിറ്റായിട്ട് തന്നെ നിൽക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇതുപോലെ തന്നെ എല്ലാ സൈഡും ചെയ്ത് നോക്കുക. അങ്ങനെ എല്ലാ സൈഡും സെറ്റാക്കി ഇനി ഐറ്റംസ് ഇതിൽ വെച്ച് കൊടുത്ത് നോക്കുമ്പോൾ കറക്റ്റാണ്, സെറ്റായിട്ട് നിൽക്കുന്നുണ്ട്. ഇനി ഇതിലെന്താ ചെയ്യാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഫോട്ടോ പ്രിൻറ്റ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള ക്യാപ്ഷനും ഞാൻ എടുത്തിട്ടുണ്ട്. സ്പ്ലാഷ് എഫക്റ്റിലാണ് എഡിറ്റ് ചെയ്തത്. അത് എന്നിട്ട് 4 പുറം കട്ട് ചെയ്തെടുത്തിട്ട് ജസ്റ്റ് ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിക്കുക. ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം ഫെവിക്കോൾ യൂസ് ചെയ്യരുത്, കുറച്ച് മാത്രം യൂസ് ചെയ്തിട്ട് എല്ലായിടത്തും പരത്തിയിട്ട് നന്നായിട്ട് ഒട്ടിക്കാൻ വേണ്ടി ശ്രമിക്കുക. കൂടുതലായാൽ ഈ പേപ്പർ ചുരുണ്ട പോലെ ഉണ്ടാവും, വൃത്തി ഉണ്ടാവില്ല.
അപ്പോൾ ഫൈനൽ ലുക്ക് സെറ്റായി. ഇനി ഇതിൽ വെച്ചിട്ടുള്ള ഐറ്റംസ് ഓരോന്നുണ്ടല്ലോ, അത് ഓരോ കടയിൽ നിന്നും പല പല MRPക്കല്ലേ കിട്ടുക. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ എഫേർട്ട്, അതായത് ഒരു 350 രൂപ നമുക്കിതുമ്പോൾ ലാഭം വേണമെന്ന് തോന്നിയാൽ ആ ലാഭം ഇടുക. അതുകൂടാതെ തന്നെ ബാക്കി ബോക്സിൻ്റെ പ്രൈസ്, ഇതിപ്പോൾ എനിക്ക് കിട്ടുന്ന ഫോം ഷീറ്റിൻ്റെ പ്രൈസ് എത്രയാണ്, അതിൽ നമുക്കൊരു 3-4 ബോക്സ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്കൊരു ബോക്സിന് നമുക്ക് ഒരു 400 രൂപയുടെ ഉള്ളിൽ വരെ ഇടാൻ പറ്റും, അത്രത്തോളം എഫേർട്ട് എടുക്കുന്നുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം പ്രോഫിറ്റ് എത്ര നമുക്ക് ഇടാമെന്ന് മനസ്സിലായല്ലോ. ഇതിൽ വാങ്ങുന്ന ഐറ്റംസിൻ്റെ സെപ്പറേറ്റ് പ്രൈസ് ആഡ് ചെയ്യണം കേട്ടോ. പിന്നെ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ആഡ് ചെയ്യണം, പാക്കിംഗ് ചാർജ് ആഡ് ചെയ്യണം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇഷ്ടമായാലും വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്